welcome back to Malika's vlogs. So today we are going to Mamzar Park and then we're gonna go to the pool and have a picnic. When we reach there, I will see you. വീക്കെൻഡ് ആയാൽ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നൊന്ന് പുറത്ത് കാണണം എന്നാണല്ലേ നമുക്ക്. പക്ഷേ നമ്മുടെ ഹസ്ബൻഡുമാർക്ക് നേരെ തിരിച്ചാണ്. അവർക്ക് വീക്കെൻഡ് വന്നാൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന്. ഇത് ഞാൻ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഓ സെയിം എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയെന്ന്. എൻ്റെ വീടെയും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ നമ്മളുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം എല്ലാം രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കാണല്ലോ എന്ന് കരുതി നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് വേണ്ടിയിട്ട് വീക്കെൻഡ് ആകുമ്പോൾ ഒരു ചെറിയ ഔട്ടിങ് പ്ലാൻ ചെയ്യുമല്ലേ. എന്നാൽ അങ്ങനെ കാശലവും പാടില്ല, വലിയ കാശലവില്ലാതെ നമുക്ക് എവിടെയൊക്കെ കറങ്ങാമെന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മംസാർ പാർക്കിൽ പോവാം, അവിടെ പോയി ജസ്റ്റ് ഒരു പിക്നിക്ക് ചെയ്യാമെന്ന് നേനെ കുറേ ആയി പറയണു. എന്നാൽ പിന്നെ ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ മംസാർ ബീച്ച് ക്ലോസ്ഡ് ആയിരുന്നു, ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. എന്ന് പിന്നെ വേറെ എവിടെ പോവാമെന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയി അവസാനം ഞങ്ങൾ എത്തിയത് അംബർല ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി അവിടെ പോയി കഴിഞ്ഞതായിരിക്കാം. പക്ഷേ നമുക്കിങ്ങനെ ഒരു ബീച്ച് അവിടെ ഉള്ളതും അറിയില്ലായിരുന്നു. ബൈ ചാൻസിനാണ് അങ്ങനെ കണ്ടത്. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ അൽക്കവനീച്ച് ലാസ്റ്റ് എക്സിറ്റൊക്കെ പോലെയുള്ള ഒരു സ്ഥലം. നമുക്ക് ഒത്തിരി ക്രൗഡൊന്നുമില്ല. എനിക്ക് തോന്നുന്ന ആളുകളൊക്കെ ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫൗണ്ടൈൻസും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ, നമുക്കൊരു ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പിക്നിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? നമുക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാം കേട്ടോ. എവിടെ നോക്കിയാലും നല്ല നല്ല ഫ്രെയിംസാണ്. എന്നെ പോലെ ഫോട്ടോ ക്രൈസൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഏട്ടെപ്പോഴും പറയും എവിടെ പോയാലും ഫോട്ടോ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്ന്. എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കും. പക്ഷേ നമുക്ക് ഫോട്ടോ നന്നായിട്ട് എടുക്കാനും കൂടെ അറിയണം കേട്ടോ. എനിക്ക് ക്രൈസ് മാത്രമേ ഉള്ളൂ, എനിക്ക് നന്നായി ഫോട്ടോ എടുക്കാൻ അറിയില്ല. നമ്മളവിടെ പോയ ദിവസം ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അവിടെ നല്ല ഗ്രീനറി, നല്ല പച്ചപ്പ് കാണാം. കുറച്ച് ഈ ലോക്കൽസാണ്. അവർ ഈ ചെയറും ഒക്കെ എല്ലാം ഫുള്ളി സെറ്റപ്പായിട്ട് വന്നിട്ടിരുന്ന് ചായ കുടിക്കുന്നു, എന്താ പറയുക, ചിറ്റാറ്റ്, നല്ല സൊറ പറഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. നമുക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെ ഫുള്ളിങ്ങനെ കുറേ അംബർലാസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പല കളേഴ്സിലായിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അതിന് അംബർല ബീച്ച് എന്ന് പേരിട്ടേക്കുന്നത്. ആ കാണുന്ന അംബർലാസ് ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ബീച്ച്. നമുക്ക് അവിടെ കുറേ ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല തണുത്ത കാറ്റും സംസാരിച്ചൊക്കെ ഇരിക്കാം. ബീച്ചിലോട്ട് ഇറങ്ങാനും ഒക്കെ പറ്റും കേട്ടോ. ഇവിടെ എന്താ വെള്ളം, ഗ്രാസ് നനക്കൂലേ? കുറച്ച് ദൂരെ ആയിട്ടാണ് ബീച്ച് കാണുന്നത്. മേ ബി ടൈഡ്സ് എന്താ പറയുക, അതിന് ഹൈവേസ് അല്ലായിരിക്കാം, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങറ്റം വരെ ബീച്ച് വരാറുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് അവിടെ എല്ലാം വെറ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു നല്ലതൊന്നല്ല, എന്തോ നനഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നുണ്ട്. തണുക്കള് ചെല്ലട വേണ്ടടാ വെറുതെ പേടിപ്പിക്കും. നേന അവിടെ ഒരു വണ്ടിനെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ്. നാട്ടിലെ പോലെ ഈ വക സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ അധികം കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ കണ്ടിട്ട് പേടിച്ചവിടെ നിൽക്കുക. നമ്മളുടെ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡൈനിങ് സ്പേസ് ആണ്. കൂടുതൽ ഈ ഫുഡ് ട്രക്കുകളാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ട്രക്സൊക്കെ ഉണ്ട്, 2-3 ഷോപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കോർണർ സൈഡിലായിട്ടാണ്. ബാക്കിയുള്ള സ്ഥലം ഫുള്ള് വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് ജോഗിങ് ചെയ്യാനും സൈക്ലിങ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചെറുതായിട്ട് പിക്നിക്കൊക്കെ ചെയ്യാൻ പറ്റിയ, അതേപോലെ ബീച്ചിലേക്കുള്ള ആക്സസ് ഉണ്ട്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് എക്സിറ്റിനേക്കാളും ഇഷ്ടമായത് ഇവിടെയാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു പ്രൈവസി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ അവിടുത്തെ പോലെ ത്രൂ ഔട്ട് ദ ഏരിയ ഈ ഫുഡ് ട്രക്കുകളൊന്നും വെച്ചിട്ടില്ല. അതൊരു ഞാൻ പറഞ്ഞില്ലേ കോർണർ സൈഡിലാണ്. അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഫുള്ള് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്, അല്ലെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, ഈവൻ ജോഗിങ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, സൈക്ലിങ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. ഞങ്ങൾ ആ പ്ലേ ഏരിയയിൽ പോയി. പക്ഷെ അതിനൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. 1 hourന് 20 dirhams അങ്ങനെ എന്തോ ആണ്. ഞാനും കുറച്ച് നേരം സീസോയിലൊക്കെ ഇരുന്നു. അവസാനം അയാൾ വന്ന് എന്നെ കണ്ണുരുട്ടി കാണിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ചാടി. പിന്നെ നേരെ കുറച്ച് നേരം അവിടെ കളിച്ചു. ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വലിയ കാശലവില്ലാതെ നമുക്കൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫുജേറയിലാണിത്. പറ്റുമ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് ഒപ്പീനിയൻസ് പറയൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം മലൈക്കാസ്.